അപ്പോൾ രാവിലെ കറണ്ട് പോയതാണ് കേട്ടോ. എത്ര നേരം വന്നിട്ടുള്ളൊരു 10 മണി 10:30 ആകുമ്പോൾ കറണ്ട് പോയതാണ്. എത്ര നേരം ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിരാവിലെ എണീറ്റിട്ടുണ്ട് ഞാൻ. ഇന്നിപ്പോൾ ഞാൻ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നോമ്പെടുക്കുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു നോമ്പേ എടുക്കാറുള്ളൂ. 26 27 ഇതിലേതെങ്കിലും ഒരു നോമ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് 26ാമത്തെ നോമ്പ് ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിരാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാനൊരു 4:20 ആകുമ്പോൾ എണീറ്റു. അപ്പോൾ ഈ നോമ്പ് എടുക്കുന്നതിൻ്റെ ആ ഒരു തത്രപ്പാടിലാണ് കേട്ടോ. തത്രപ്പാടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ഞാൻ നോമ്പ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ചെട്ടിക്കുട്ടി പറഞ്ഞു ഞാനും എടുക്കുന്നുണ്ടമ്മ, അമ്മൻ്റെ ഒപ്പം ഞാനും നോമ്പ് എടുക്കുന്നുണ്ട്, ഇതുവരെ നോമ്പ് എടുത്തിട്ടില്ല, അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഉണ്ണി വേണ്ട, നോമ്പെടുത്താൽ നിന്നെ കൊണ്ട് പറ്റില്ല, താങ്ങില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കട്ടെ, എൻ്റെ കൂട്ടുകാരൊക്കെ എടുക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഞാനും എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ എന്തായാലും രാവിലെ വിളിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചു. ആളെ വിളിച്ച് വിടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാതെ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ എണീറ്റ് വന്നാൽ അതായത് രാവിലെ എണീക്കുമ്പോൾ എന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കും. കാരണം വിളിച്ചില്ലല്ലോ നോമ്പെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു എടുക്കുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ പിന്നെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ട വഴിക്ക് ആൾ ചാടി എണീറ്റ് വേഗം തന്നെ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. അപ്പം ഞാൻ നോമ്പെടുക്കുന്നത് സാധാരണ നമ്മൾ തണുത്ത ചോറുണ്ടല്ലോ, വെള്ളച്ചോറ്, പഴയ ചോറിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അത് കഴിച്ചാലേ എനിക്ക് കുറച്ച് നേരം പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പലഹാരമൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ വെള്ളം താഴ്ച്ചുകൊണ്ടേയിരിക്കും. നോമ്പ് ദിവസം വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പഴങ്കഞ്ഞി, അതായത് വെള്ളച്ചോറിൽ കുറച്ച് തൈരും വെള്ളമൊക്കെ ആയിട്ടാണ് കുടിച്ചിട്ടാണ് ഞാൻ നോമ്പ് എടുക്കുന്നത്. അങ്ങനെയാണ് സാധാരണ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ചെട്ടിക്കുട്ടി എൻ്റെ ഒപ്പം നോമ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം എണീറ്റപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് തണുത്ത ചോറ് കൊടുക്കണ്ടല്ലോ, അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തണുത്ത ചോറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആൾക്ക് ഗോതമ്പ് ദോശ വേഗം തന്നെ ഒരു 2 കരണ്ടി മാവ് എടുത്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് കറക്കി വേഗം തന്നെ ഒരു 2 ദോശ കേട്ടോ. എനിക്ക് 2 ദോശ, ചിട്ടിക്ക് 2 ദോശ. അത് പാലും തിളപ്പിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ചൂട് പാലും ഒഴിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ദോശ കഴിച്ചത്. അങ്ങനെ നോമ്പെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് വെള്ളച്ചോറുള്ളത് ഞാനും കഴിച്ചു കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തത്രപ്പാടെന്ന് പറയാൻ കാരണം അതാണ്. സമയം 4:45 ആകുമ്പോഴത്തേക്കും അസർ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കഴിച്ച് എല്ലാം സെറ്റായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തത്രപ്പാടിലായിരുന്നു രാവിലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കടന്ന് എല്ലാം ഇതായിട്ട് നോർമലായിട്ട് എണീറ്റു. അങ്ങനെ പിന്നെ രാവിലെ പതിവ് പോലെ തന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എണീറ്റ് വന്ന്. അപ്പോൾ എണീറ്റ് വരുമ്പോഴേക്കും ഏട്ടതാ എണീറ്റ് വന്ന് ആളിതാ തോട്ടിയും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ പാത്രമൊക്കെ കഴുകണ താഴെ തന്നെ തേങ്ങ വീഴാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു അരമൂപ്പൊക്കെ ആകുമ്പോൾ തന്നെ ഏട്ടൻ തേങ്ങയിടും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടല്ല, കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ. അനുഭവങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോണതിന് മുന്നേ തന്നെ തേങ്ങ വീഴും, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പാത്രം കഴുകിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും തേങ്ങ വീഴും. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ തലയിൽ ഇത്തിരിയല്ല ഒരു സെക്കൻഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയോടെ തേങ്ങ വീണിട്ട് ഇപ്പം ഞാനിവിടെ വീഡിയോ ചെയ്യാനുണ്ടാവില്ല. അത്രയ്ക്കും വ്യത്യാസങ്ങളിൽ ഈ തേങ്ങാപ്പട്ടത്തണ്ടൊക്കെ വീഴാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ പിന്നെ ഇടയ്ക്കും അരമൂപ്പൊക്കെ ആകുന്ന സമയത്ത് ഈ ഭാഗത്തെ തേങ്ങയൊക്കെ ആൾ തന്നെ വലിച്ചിടും. അപ്പോൾ എന്തായാലും ഏട്ടൻ അവിടെ തേങ്ങ ഇടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പാത്രങ്ങളെല്ലാം ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ദോശ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഗോതമ്പ് ദോശ തന്നെ ഉണ്ടാക്കി. ഞാൻ രാവിലെ കലക്കിയ മാവ് കുറച്ചുണ്ടായിരുന്നു, അതിൽ കുറച്ചും കൂടെ ഇട്ടിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഏട്ടനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്.
അങ്ങനെ ഏട്ടൻ അതൊക്കെ കഴിച്ചിട്ട് ആൾ പോയിട്ടുണ്ട്, പണിക്ക് പോയി. പിന്നെ വന്നിട്ട് ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ചോറിനെ തീയിടാനായിട്ട് നിന്ന്. ഇപ്പോൾ ഇന്ന് ചാരുവിന് 10:30 ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ എന്തായാലും ചോറ് വെച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ നോമ്പായതുകൊണ്ട് ഞാനും ചെട്ടിക്കും ചോറ് വേണ്ട. അപ്പോൾ ചാരുമോളില്ല എന്ന് വെച്ചാൽ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളത് കൊണ്ട് എന്തായാലും ചോറ് വെക്കണം. അപ്പം ഞാനിതാ പതുക്കെ വന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് എടുക്കുകയാണ് കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവാണ്. അങ്ങനെ ചോറ് വെച്ച് എന്തോ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തു. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പോലെ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടാക്കി തൈരും കൂട്ടിയിട്ടാണ് അവൾക്ക് കൊടുത്തു വിട്ടത്. കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പോൾ കറി വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു, നോമ്പായതുകൊണ്ട്. പിന്നെ എന്തായാലും ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 9:30 ആയപ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ മത്തി കണ്ടപ്പോൾ ഒരു 1/2 കിലോ മത്തി വാങ്ങി. അത്രയേ ഉള്ളൂ മത്തിക്കാരൻ്റെ അടുത്ത്. കാരണം ഇപ്പം മത്തിയൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ, കുറവാണ്. ഭയങ്കര വിലയാണ്. എന്ത് കാരണമാണെന്ന് അറിയില്ല, മത്തികളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ 1/2 കിലോ മത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് വാങ്ങിച്ചു. എന്നിട്ട് ഞാനിതാ അപ്പം തന്നെ അത് നേരെയാക്കാനായിട്ട് നിന്നു. കാരണം ഇപ്പോൾ കിട്ടുന്ന മത്തിയൊന്നും അത്ര ഫ്രഷ് ആയിട്ടൊന്നും കിട്ടില്ല. മത്തിക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഇതായിരിക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് നേരം എടുത്ത് വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ മത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് മതിയല്ലോ, കൂട്ടാനുണ്ടാക്കിയാൽ മതി. ഉച്ചക്കിലേക്കൊന്നും വേണ്ട. ചാരുവും എന്തായാലും മീൻ കറിയൊന്നും കൊണ്ടുപോകില്ല. അപ്പം ഞാൻ വേഗം തന്നെ മത്തി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ നന്നാക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ രാവിലെ ചോറ് വെച്ചത് കൊണ്ട് തന്നെ അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ വൈകുന്നേരത്തേക്ക് ചോറായി. പിന്നെ മീൻ കറി എന്തെങ്കിലും ഉണ്ടാക്കാം, പിന്നെ എന്തെങ്കിലും പലഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പലഹാരം ഉണ്ടാക്കാനായിട്ട് രാവിലെ നേരത്തെ തന്നെ എണീറ്റപ്പോൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടു. അതൊക്കെ ഒന്ന് രാവിലെ തന്നെ കഴുകി അരയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും കറണ്ട് പോയിട്ട്, രാവിലെ ഒരു 10 മണിക്ക് കറണ്ട് പോയിട്ട് ഒരു 6:45 ആകുമ്പോഴാണ് വന്ന് വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം ഞാൻ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊക്കെ പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കറണ്ട് രാവിലെ പോയതാണ് കേട്ടോ. രാവിലെ ഒരു 10:30 ആകുമ്പോൾ പോയതാണ്. ഇത്ര നേരമായിട്ട് കറണ്ട് വന്നിട്ടില്ല. ഉള്ളിലാണെങ്കിൽ കിടക്കാനും പറ്റില്ല, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നോമ്പെടുത്ത ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഇത്തിരി ഫാനൊക്കെ ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒട്ടും പറ്റില്ല, ഉറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനിതാ വീണ്ടും ഒരു 3:30 ആയപ്പോൾ ഞാൻ നമ്മുടെ സാമ്രാജ്യത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണമല്ലോ. അത് പറഞ്ഞിട്ട് എനിക്ക് പിടിക്കാനും പറ്റില്ല കൈ കൊണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിക്കാം, കറണ്ടൊക്കെ വരട്ടെ. പിന്നെ പണികളൊക്കെ ഒതുങ്ങിയിട്ടൊരു 5 മണിയോടെ വെയിൽ താഴ്ന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള മീൻകറി. നോമ്പ് തുറക്കണത് ദോശയും എന്തെങ്കിലും കറി ഉണ്ടാക്കാം, സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ദോശയ്ക്ക് അരി ഉഴുന്നൊക്കെ കഴുകി വെച്ചു. രാവിലെ കഴുകി വെച്ചിട്ട് അരി ഉഴുന്ന് അരയ്ക്കാൻ പോകുമ്പോഴേക്കും കറണ്ട് പോയതാണ്. ഇത്ര നേരം വന്നിട്ടില്ല. അപ്പോൾ ദോശ ക്യാൻസൽ, മാവില്ല. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ നൂൽപ്പെട്ട് ഉണ്ടാക്കാം. മീൻകറി വെക്കുന്നുണ്ട്, അത് മതിയാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ചോറ് രാവിലെ വെച്ചതുണ്ട് കേട്ടോ, അതുകൊണ്ട് ചോറ് വെക്കണ്ട. മീൻകറി ഉണ്ടാക്കണം. എന്തെങ്കിലും പറ്റിയാൽ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ 3:30 ആകുമ്പോൾ മീൻകറി വെക്കാനായിട്ട് അടുക്കളയിൽ വന്നതാണ് കേട്ടോ. വെട്ടമൊന്നുമില്ല, കാണുന്ന പോലെ ഒരു വെളിച്ചക്കുറവുണ്ടാവും കേട്ടോ. അങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ വേഗം ഒരു 3:30 ആയപ്പോൾ അടുക്കളയിൽ കയറി. ഇന്നിപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ പാലക്കാട് 42 ഡിഗ്രി ചൂടാണെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. പാലക്കാട് ആലത്തൂർ ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മുടെ അവിടെയൊക്കെ എന്താ പറയുക, ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പിന്നെ പോരാത്തതിന് നോമ്പെടുത്തുകൊണ്ട് തന്നെ വല്ലാത്ത ക്ഷീണമായിരുന്നു. നമ്മളെപ്പോഴും നോമ്പെടുക്കുമ്പോൾ അധികം എനിക്കങ്ങനെ ക്ഷീണമായിട്ട് തോന്നാറില്ല. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ടാണ്. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല, തലകറങ്ങണ പോലെ തോന്നുന്നുണ്ട്. ക്ഷീണം, നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ഭക്ഷണമൊക്കെ കഴിക്കാത്തത് കൊണ്ടൊക്കെ തലകറക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ അങ്ങനെ പതുക്കെയാണ് കേട്ടോ ഞാൻ പണികളൊക്കെ ചെയ്തത്. പിന്നെ പോരാത്തതിന് നമ്മൾ
കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടി വിയോ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് ഫോണിൽ ചാർജ് തീർന്നു. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടും ഇല്ല കേട്ടോ. അപ്പം ഞാനൊരു 3:30 ആയപ്പോൾ ഞാനിതാ മീൻകറിയൊക്കെ ഉണ്ടാക്കണത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ രാവിലെ തന്നെ മീനാണെന്ന് പറഞ്ഞപ്പോൾ ചാരുമോൾ അച്ഛനെ വിളിച്ചിട്ട് കപ്പ വാങ്ങിച്ചിട്ട് വരാൻ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് പിന്നെ ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ കപ്പ ഒഴിവാക്കിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കണ്ടേ, ആ സമയമാകുമ്പോഴേക്കും എല്ലാം ചെയ്ത് വെക്കണം. പിന്നെ ഏട്ടൻ ചിലപ്പോൾ ആ സമയത്ത് തന്നെ എത്തണം എന്നും ഇല്ല, ആളുടെ പണി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നത്. ആ സമയത്ത് എത്താൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയത് എന്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്തത്. നമ്മൾ ഫ്രൂട്ട്സൊന്നും വാങ്ങിയില്ല, കുറച്ച് സ്നാക്സ് മാത്രം വാങ്ങിച്ചിട്ട് 7up ഒക്കെ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ട് വന്നു ഏട്ടൻ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും എന്നത്തെയും പോലെ നമ്മുടെ മീൻ കറി, അതായത് മത്തിപ്പുളി, തേങ്ങ അരച്ചിട്ടുള്ളൊരു മത്തിപ്പുളി അങ്ങോട്ട് വെക്കുകയാണ്. പിന്നെ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ച് മാവൊക്കെ എടുത്തിട്ട് കുഴച്ചിട്ടുണ്ട് നമ്മുടെ നൂൽപുട്ടിന്, ഇടിയപ്പത്തിനുള്ളത് കേട്ടോ. അപ്പോൾ ഈ മാവ് കുഴക്കണ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ഒന്നാമത് ചൂടായ കാരണം ഈ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് മാവ് കുഴച്ച് കഴിയുമ്പോഴേക്കും വേർത്ത് കുളിച്ചു കിട്ടാം. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം ആകെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ എന്താ വീഡിയോ എടുക്കുക. അങ്ങനെ ഞാൻ വേഗം എങ്ങനെയൊക്കെയോ കുഴച്ച് മാവൊക്കെ കുഴച്ചതാ നൂൽപുട്ടൊക്കെ പീച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേഗം പോയി കുളിക്കണം. അങ്ങനെ ഞങ്ങൾ നോമ്പ് പിടിച്ചതാ വൈകുന്നേരം 6:15 രണ്ടുപേരും മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മുഖത്ത് ക്ഷീണമുണ്ടോ? ഞാൻ മേലൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ടെന്ന് അല്ലേ. സൃഷ്ടി എൻ്റെ ഒപ്പം നോമ്പ് പിടിച്ചതാണ്, അവൾക്ക് മതിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ കുറച്ച് നേരം കൂടിയുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ പറയുന്നത് നൂൽപുട്ട്, മീൻകറി, ചോറ് അത് വൈകുന്നേരം. ഇപ്പോൾ വന്നിട്ട് നാരങ്ങ, അതായത് പുതിന ജ്യൂസും നൂൽപുട്ടും മീൻകറിയും, പിന്നെ എന്തെങ്കിലും ഏട്ടൻ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്ന് അത്, ചായ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വൈകുന്നേരം ഒരു 6:42 ആയപ്പോൾ ഇവിടെ വാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും വാങ്ക് വിളി കേട്ടതും ഞാനിതാ വേഗം തന്നെ വന്ന് ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിന ജ്യൂസ്. പുതിന വലിയ ഫ്രഷൊന്നും അല്ലാത്തതുകൊണ്ട് കളറൊന്നും കിട്ടിയിട്ടില്ല, നാരങ്ങ വെള്ളം പോലെയുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പം, മീൻകറി, അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതാണ് ബാങ്ക് കൊടുക്കാനായിട്ട്. ഞങ്ങൾ നോമ്പ് മുറിക്കാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ ചിട്ടിയുണ്ട്. അങ്ങനെയുള്ള അധികം ക്ലിയറൊന്നുമില്ല, എന്നാലും ഒരുപാട് നേരം നിൽക്കുള്ള നോമ്പ് മുറിക്കാൻ പോവാണ് കേട്ടോ. ബിസ്മി. ഞാൻ മനസ്സിൽ പറഞ്ഞു തണുത്തുള്ളവർക്ക് കുടിച്ചോ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഗ്ലാസ് അങ്ങോട്ട് വെച്ചിട്ട് എണീക്കുമ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ വേഗം ഓടിക്കളിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വേഗം കയ്യിൽ കിട്ടിയ കുറച്ച് സ്നാക്സും പിന്നെ 7up ഒക്കെ ആയിട്ട് വന്നു. ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആൾ വർക്കിംഗ് ഡ്രസ്സോടെ ഓടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആ 7up പിന്നെ സമൂസ, ഉന്നക്കായ, മുട്ടപ്പത്തൽ, അങ്ങനെ കുറച്ച് ഐറ്റംസുമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ നോമ്പ് മുറിച്ചു. പിന്നെ നൂൽപുട്ടൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല, അതുണ്ടാക്കിയത് എന്താ പറയുക വെറുതെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് അതിനെ കഴിച്ച് ഞങ്ങൾ ഫുഡ് സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കുക, അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇട്ട നമ്മുടെ അരിയും ഉഴുന്നുമാണ് ഇവിടെ അരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തേക്ക് രാവിലേക്ക് ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതും അരച്ച് വെച്ചു. പിന്നെ വൈകുന്നേരം പിന്നെ മീനൊക്കെ വറുത്തിട്ട് പിന്നെ ചോറും നൂൽപുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നോമ്പെടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഇത്തിരി ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ നോമ്പെടുത്തതിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.